നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര വർമ്മ എന്നിവരുൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ചിന്റേതാണ് വിധി. കേസ് അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്നും പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യണമെന്നുമുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന പടച്ചോൻ കേട്ടു. കോടതിക്ക് സത്യം ബോധ്യമായെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്റെയും തന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന പടച്ചോൻ കേട്ടു. കോടതിക്ക് സത്യം ബോധ്യമായെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നടൻ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആയിരുന്നു മകന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പിന് തലേ ദിവസം സിറാജിലും സുപ്രഭാതത്തിലും LDF നൽകിയ പരസ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്ന് ഷാഫി പറമ്പിൽ. BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് CPM പരസ്യം നൽകിയത്. പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് വായനക്കാരുടെ ജാതിയും മതവും നോക്കിയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാടുകളെ തകർക്കുന്നതാണ് CPM നൽകിയ പരസ്യ പ്രചാരണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. വടകരയിലെ കാഫി സ്ക്രീൻഷോട്ടിന്റെ സമാനമാണിത്. പരസ്യം നൽകിയത് CPM ആണെങ്കിലും പണം നൽകിയത് BJP ഓഫീസിൽ നിന്നാണെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. എറണാകുളം വടക്കൻ പരവൂരിലെ ക്ഷേത്ര ശാന്തിക്കാരനെ വിശ്വാസികളുടെ മുന്നിൽ വച്ചു ജാതീയ അധിക്ഷേപം നടത്തി. ക്ഷേത്രത്തിലെ താൽക്കാലിക ശാന്തിക്കാരനായ PR വിഷ്ണുവിനോടാണ് ക്ഷേത്രത്തിലെത്തിയ ജയേഷ് എന്നയാൾ ജാതി ചോദിച്ച് അപമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന പരാതി. കാലുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ യുവതിയെ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ മാനസിക വിഭാഗത്തിലെ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. തുടർന്നാണ് യുവതി മരണപ്പെട്ടത്. കരുനാഗപ്പള്ളിയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി. അമ്പലപ്പുഴ കരൂരിൽ സുഹൃത്ത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തു നിന്നാണ് കുഴിച്ചുമൂടിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊച്ചുമകൾക്ക് പിന്നാലെ മുത്തശ്ശിയും പോയി. വിഷം കലർത്തിയ തേങ്ങാപ്പൂൾ കഴിച്ച് മരണപ്പെട്ട കുട്ടിയുടെ മുത്തശ്ശിയാണ് റാബിസ് വാക്സിൻ എടുത്തതിനെ തുടർന്ന് മരണപ്പെട്ടത്. വളർത്തുമുയലിന്റെ കടിയേറ്റതിനെ തുടർന്നാണ് വയോധിക റാബിസ് വാക്സിൻ എടുത്തത്. അലർജി ഉണ്ടായിരുന്നിട്ടും മറുമരുന്ന് നൽകിയാണ് വാക്സിൻ എടുത്തത്. 2ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാം. ആന്ധ്രാപ്രദേശ് സർക്കാരാണ് വിലക്കു നീക്കിയിരിക്കുന്നത്. ഈ ചട്ടം എടുത്തു കളയുന്നതിനായി നിയമത്തിൽ ഭേദഗതിയും വരുത്തി. സബർമതി റിപ്പോർട്ടിന് വിനോദ നികുതി ഒഴിവാക്കി മധ്യപ്രദേശ് സർക്കാർ. ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച സംഭവത്തെ ആസ്പദമാക്കിയുള്ള സബർമതി റിപ്പോർട്ട് എന്ന സിനിമയ്ക്കാണ് വിനോദ നികുതി ഒഴിവാക്കിയത്. പരമാവധി ആളുകൾ സിനിമ കാണട്ടെ എന്നാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞത്.